എന്തൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അത് ദൈവം നിനക്ക് തന്നതാണ്. ദൈവം നിനക്ക് തന്നതുകൊണ്ടാണ് ഇതൊക്കെ നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. എളിമയുള്ളവരെ ദൈവവും ഇഷ്ടപ്പെടും, മനുഷ്യരും ഇഷ്ടപ്പെടും. എളിമയുള്ളവരെ ദൈവവും ഉയർത്തും, മനുഷ്യരും ഉയർത്തും. ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, നമ്മളുടെ ശാലോം TV-യിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഭാഗമായ വിമല പാതയിൽ എന്ന ശുശ്രൂഷയുടെ 33-ാമത്തെ ദിവസമാണ് ഇന്ന്, സമാപന ദിവസം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ ഒരു വചന ശുശ്രൂഷയിലേക്കും നിയോഗങ്ങൾ സമർപ്പിച്ചുള്ള ആരാധനയിലേക്കും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ദൈവകൃപയിൽ നിങ്ങളെല്ലാവരും സന്തോഷവും സൗഖ്യവുമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ശുശ്രൂഷകൾ നിങ്ങളുടെ ഭവനത്തിനും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനും വലിയ നന്മയ്ക്കും അനുഗ്രഹത്തിനും സൗഖ്യത്തിനും സന്തോഷത്തിനും കാരണമാക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തെ നമ്മൾ ഓർക്കുന്നു. നമ്മൾ അല്പനേരം ദൈവവചനം ശ്രവിച്ച് സമാപന ആരാധനയിലേക്ക് സന്തോഷത്തോടെ പ്രവേശിക്കുകയാണ്. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകും. നിങ്ങളുടെ ജീവിതം സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനും കുടുംബത്തിനും അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എന്നും എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ശുശ്രൂഷയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ അവസാന ദിവസം പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ഒരു നല്ല മനോഭാവത്തെ നമ്മൾ ചിന്തിക്കുകയാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു സ്വഭാവമാണ്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 50 മുതലുള്ള വാക്യങ്ങളിൽ 52-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. എളിയവരെ ഉയർത്തുന്ന ഒരനുഭവം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് എളിമയുള്ളൊരു മനോഭാവം. ഞാൻ എന്തോ സംഭവമാണെന്ന ഭാവമല്ല, എളിമയുള്ള മനോഭാവം. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, എളിമയുള്ളവരെ ദൈവം ഉയർത്തും. ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളും ചിന്തിക്കുക, എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും ദൈവം നമുക്ക് തന്നതായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. സമ്പത്താണേലും ആരോഗ്യമാണേലും ജീവിതമാണേലും ജോലിയാണേലും എല്ലാം ദൈവം നമുക്ക് തന്നതാണ്. നമ്മൾ പോയി ഒരു സ്ഥലത്തുനിന്ന് മേടിച്ച് സെറ്റ് ചെയ്ത് വച്ചതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്. ദൈവം നമ്മളുടെ അധ്വാനത്തെയും പ്രാർത്ഥനയെയും അനുഗ്രഹിച്ചു തന്ന നന്മകളാണുള്ളത്. എളിമയുള്ളവരെ ദൈവം ഉയർത്തും. നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ നമ്മളെല്ലാവരും, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജീവിതത്തിൽ നല്ലൊരു എളിമയുള്ളവരായി മാറട്ടെ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുന്നൊരു പ്രത്യേകതയാണ് എളിമയുള്ള ഒരു മനോഭാവം. അങ്ങനെയെങ്കിൽ ദൈവവചനം എളിമയുള്ളവരെ ദൈവം ഉയർത്തുന്നു എന്ന ചിന്തയോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഒരാളെ ദൈവം ഉയർത്താനുള്ള കാരണം എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുകയാണ്. 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ
അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ഞാൻ ദൈവപുത്രനാണ് എന്നും പറഞ്ഞ് സ്വർണ്ണ കസേരയിൽ ഒരു വലിയ രാജാവ് ഇരിക്കുന്നത് പോലെ ഇരുന്നൊരു ദൈവത്തെ അല്ല കാണുന്നത്. തന്നെ താഴ്ത്തിയ ഒരു ദൈവത്തെയാണ് കാണാൻ കഴിയുക. അതിനുശേഷം എഴുതിയിട്ടുണ്ട് 9-ാമത്തെ വാക്യം, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അവിടെ എഴുതിയിട്ടുണ്ട് ആകയാൽ. ഏതോ ഒരു കാരണം കൊണ്ടാണ് ഈ ഉയർത്തൽ, ഈ ഒരു അനുഗ്രഹം ഉണ്ടായത്. തന്നെ താഴ്ത്തിയപ്പോൾ, ആകയാൽ, അക്കാരണത്താൽ ദൈവം അവനെ ഉയർത്തി എന്നല്ല, അത്യധികം ഉയർത്തി എന്നാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായി യാചിച്ചുകൊണ്ട് നമ്മളും നല്ല സൗകര്യത്തിലും സന്തോഷത്തിലൊക്കെ ജീവിക്കുന്നവരാകാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്താം. നമ്മളുടെ ഏത് ജീവിത സാഹചര്യത്തിലുള്ളവരാണെങ്കിലും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ ദൈവം നമ്മെ അത്യധികം ഉയർത്തുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ഇതേപോലെ തന്നെ കുറച്ചുകൂടെ മനസ്സിലാകുവാൻ ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം, നമ്മളുടെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് ഈ മനോഭാവമാണ്. എന്തെങ്കിലും പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് പ്രാർത്ഥനയാകണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചത് ആരാധനയാകണമെന്നില്ല. ദൈവസന്നദ്ധിയിൽ അത് അനുഗ്രഹത്തിന് കാരണമാകുന്നൊരു പ്രാർത്ഥനയാകണമെങ്കിൽ എഴുതിയിരിക്കുന്ന വചനം ഞാൻ വായിക്കുന്നു. 10-ാം അധ്യായം 12-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, ദാനിയേലേ, നീ ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയത് മുതൽ, ആ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നീ ഒരു കാലേ നിൽക്കാൻ തുടങ്ങിയ കാലം മുതൽ എന്നല്ല, നീ ഉപവാസം എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ എന്നല്ല, നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നാൾ മുതൽ, ആ ദിവസം മുതൽ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെങ്കിൽ ഈ 33-ാമത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നൊരു മനോഭാവമാണ് എളിമയുള്ള മനോഭാവം. ആ മനോഭാവത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ എന്തു കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് മാത്രമല്ല, ദൈവം നിങ്ങളെ അത്യധികം ഉയർത്താൻ തുടങ്ങും. എൻ്റെ ദൈവം നിങ്ങളെ താഴ്ത്തുന്ന ദൈവമല്ല, തകർക്കുന്ന ദൈവമല്ല, അത്യധികം ഉയർത്തുന്ന ദൈവമാണ്. എളിമയോടെ നിന്ന എത്രയോ ജീവിതങ്ങളെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. എത്രയോ വ്യക്തികൾ അഹങ്കരിച്ചത് കൊണ്ട് ഒന്നും അല്ലാതായി തീർന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ എത്രയോ പേരോട് പറയും, ആ വ്യക്തിയെ തകർത്തത് അയാളുടെ അഹങ്കാരമാണ്. എന്തോ ഒരു ഭാവമായിരുന്നു. എളിമയുള്ളവരെ ദൈവവും ഉയർത്തും, മനുഷ്യരും ഉയർത്തും. അഹങ്കരിക്കുന്നവരെ ദൈവവും മാറ്റും, മനുഷ്യരും അവരെ അകറ്റിക്കളയും. എളിമയുള്ള വ്യക്തികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അങ്ങനെങ്കിൽ കുടുംബമായി ടി വിയിലൂടെയോ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിലോ മൊബൈലിലൂടെയോ ഒക്കെ ആയിരിക്കും ഇത് കേൾക്കുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വചനത്തിലൂടെ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് ഉയരണമെന്ന് ഉണ്ടെങ്കിൽ പരിശുദ്ധമ്മയുടെ ഈ മനോഭാവം നിങ്ങൾക്ക് ആവശ്യമാണ്. എളിമയുള്ളവരെ ദൈവം ഉയർത്തി. വീണ്ടും ലേഖനത്തിൽ പറഞ്ഞു അത്യധികം ഉയർത്തി. വീണ്ടും പറഞ്ഞു ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എളിമയുള്ളവരുടെ പ്രാർത്ഥന ആ ദിവസം മുതൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുമാകട്ടെ എന്നെ കേൾക്കുന്നവർ, പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കാം, ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളായിരിക്കാം, കുടുംബജീവിതക്കാരാകാം, സമർപ്പിത ജീവിതമുള്ളവരായിരിക്കാം, ഏത് പദവിയിലുള്ള ആളായിക്കട്ടെ, നിങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അഹങ്കാരത്തിൻ്റെ മനോഭാവമല്ല, എളിമയുടെ മനോഭാവമാണ്. ഒന്നുമല്ല, പുഴുപിടിക്കാൻ സാധ്യതയുള്ള ഉറപ്പുള്ള ഒരു ശരീരവുമായിട്ടാണ് ഞാനും നിങ്ങൾ നടക്കുന്നത്. അഭിമാനിക്കാൻ എന്താ ഉള്ളത്? നമ്മളുടെ കണ്ണിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന പിരികം പോലും ഒരു കണ്ണാടിയുടെ സഹായത്തോടെ കാണാൻ കഴിയൂ. നേരിട്ട് കാണാൻ ആർക്കും സാധിക്കില്ല, എല്ലാവർക്കും തുല്യമാണ്. പക്ഷേ കണ്ണും പുരികവും തമ്മിൽ ഒരു വിരലിൻ്റെ അകലമേ ഉള്ളൂ. അത്രയും അടുത്തിരിക്കുന്നതാണ് പിരികം. പക്ഷെ അത് നേരിട്ട് കാണണമെങ്കിൽ 10 രൂപയുടെയോ 50 രൂപയുടെയോ 5000 രൂപയുടെയോ ഒരു കണ്ണാടി നോക്കുമ്പോഴാണ് കണ്ണിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന പിരികം പോലും എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അത്രയേ ഉള്ളൂ. എത്ര വലിയവനായിക്കൊള്ളട്ടെ, അവൻ്റെ കണ്ണിൻ്റെ തൊട്ട് മുകളിലുള്ള പിരികം പോലും നേരിട്ട് ഡയറക്റ്റ് കാണാൻ കഴിയില്ല. അത്രയും നിസ്സാരരാണ് ഓരോ വ്യക്തികളും. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം എളിമയുള്ളവരെ ഉയർത്തും. എളിമയുള്ള കുടുംബങ്ങളെ ദൈവം ഉയർത്തും. എളിമയുള്ള യുവതി യുവാക്കളെ ദൈവം ഉയർത്തും. എളിമയുള്ള ശുശ്രൂഷകരെ ദൈവം ഉയർത്തും.
എളിമയുള്ളവരെ ദൈവം ഉയർത്തും. നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളായിരിക്കും, എന്തോ ഒരു ആണെന്ന് വിചാരിച്ചിരുന്നാൽ ആരും നിങ്ങളുടെ സ്ഥാപനത്തിൽ പോലും വരത്തില്ല. നിങ്ങളുടെ ഒരു കാര്യത്തിനും സമീപിക്കുക പോലുമില്ല. എളിമയുള്ള ഒരാളാണോ, നിങ്ങളുടെ അടുത്ത ആളുകൾ വരും, നിങ്ങളുടെ സ്ഥാപനത്തിൽ ആളുകൾ വരും, നിങ്ങളുടെ വീട്ടിൽ ആളുകൾ വരും, പല കാര്യത്തിനും നിങ്ങളെ സമീപിക്കും. കാരണം നിങ്ങൾ ഒരു സാധാരണ എളിമയുള്ളൊരു മനുഷ്യനാണെന്ന് അവർ അടക്കം പറയും. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു കുടുംബമാണ്, എളിമയുള്ള കുടുംബമാണ്, അഹങ്കാരമൊന്നുമില്ല. എളിമയുള്ളവരെ ദൈവവും ഇഷ്ടപ്പെടും, മനുഷ്യരും ഇഷ്ടപ്പെടും. എളിമയുള്ളവരെ ദൈവവും ഉയർത്തും, മനുഷ്യരും ഉയർത്തും. എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന് മാത്രമല്ല, അവരുടെ പ്രാർത്ഥനയ്ക്ക് പോലും വിലയുണ്ട്. എളിമയോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എഴുതിയിരിക്കും, ദാനിയേലേ, നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ആ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. കാനായിലെ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോട് ചേർത്ത് വച്ച് ഈ ശുശ്രൂഷയുടെ ആ സമാപന സമയത്തിലേക്ക് വരികയാണ്. കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയി. ആ സമയത്ത് അമ്മ ചെന്ന് ഈശോയോട് പറയുന്നു, ഈ കുടുംബത്തിൽ ഇനി വിളമ്പാൻ ഈ വീഞ്ഞില്ല. യേശു തിരിച്ചു ചോദിച്ചു, സ്ത്രീ, എനിക്കും നിനക്കും എന്ത്? പക്ഷെ അമ്മ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളതൊന്ന് അനുസരിക്കണം എന്ന് ആ സമയത്ത് അവരോട് പറഞ്ഞു. അതിനുശേഷം യേശു എന്താ പറഞ്ഞെന്നറിയാമോ? യേശു ആ വീട്ടിൽ ഉറക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, കൽഭരണികളെടുത്ത് നിരത്തി വയ്ക്കുവിൻ. കൽഭരണി എന്ന വാക്കിൽ തന്നെ ആ പാത്രത്തിൻ്റെ പ്രത്യേകത എഴുതിയിട്ടുണ്ട്. അകത്തിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്ന വിലയുള്ള പാത്രമല്ല കൽഭരണി. കാല് കഴുകാൻ അന്നത്തെ കാലത്തെ പാരമ്പര്യമനുസരിച്ച് കാല് കഴുകാൻ വെള്ളം വയ്ക്കുന്ന പാത്രത്തിൻ്റെ പേരാണ് കൽഭരണി. വീഞ്ഞു വെക്കുന്ന പാത്രങ്ങൾ, വിലയുള്ള നല്ല പാത്രങ്ങൾ അകത്ത് വേറെയുണ്ട്. പക്ഷെ ഒരു അത്ഭുതം നടക്കുവാൻ നിങ്ങൾ വീഞ്ഞ് ഇത്രയും നാൾ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളെടുത്ത് പുറത്തേക്ക് വെക്കാനല്ല പറഞ്ഞത്. അധികമാരും വലിയ പരിഗണന കൊടുക്കാത്ത, വലിയ വില കൽപ്പിക്കാത്ത പാത്രങ്ങളിലൊന്നാണ് കൽഭരണി. അത് വീട്ടിൽ ഒരാൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ കാല് കഴുകി വേണം വീട്ടിലേക്ക് പ്രവേശിക്കാൻ. കാല് കഴുകാനുള്ള വെള്ളം വയ്ക്കുന്ന പാത്രമാണ് കൽഭരണി. പക്ഷെ ഒരു അത്ഭുതം ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ വീട്ടിലെ നല്ല പാത്രങ്ങളും നല്ല വിലയുള്ള പാത്രങ്ങളും എടുത്ത് നിരത്തി വയ്ക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ കണ്ണിൽ വിലയുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നില്ലാത്ത ആ കൽഭരണികളുണ്ടല്ലോ, അതെടുത്ത് നിരത്തി വയ്ക്കാനാണ് പറഞ്ഞത്. ഇനി വീഞ്ഞാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത വെള്ളമുണ്ടല്ലോ, കിണറ്റിൽ കുഴിക്കടന്നൊരു വെള്ളമാണ്, അത് അരിച്ചിട്ടെടുക്കാൻ പോലും പറഞ്ഞില്ല, അത് കോരി നിറയ്ക്കാനാണ് പറഞ്ഞത്. നമ്മളൊരു നല്ല കാര്യത്തിനാണെങ്കിൽ പറയില്ലേ, അതിനകത്ത് കമ്പും കോലും കരടൊക്കെ കാണും, നന്നായിട്ട് അരിക്കണം, നല്ല വൃത്തിയായിട്ട് ശുചീകരിച്ച വെള്ളം കൊണ്ടുപോയി വെക്കാൻ പറയില്ലേ? യേശു പറഞ്ഞു കോരി നിറയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ വെള്ളം കിടന്നത് കുഴിയിലാണ്, കുഴിയിൽ കിടന്ന വെള്ളമാണ് കോരി എടുത്ത് നിറച്ചത്. പ്രിയപ്പെട്ടവരെ, ആ വെള്ളവും ആ പാത്രമൊക്കെ ഇന്നും നമ്മൾ ഓർക്കാൻ എന്നാ കാരണം? എളിമയുള്ളവരെ ദൈവം എന്ന് ഓർക്കാൻ പാകത്തിന് ദൈവം ആകാശത്തോളം ഉയർത്തി നിർത്തും. അത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തൊക്കെയോ വലിയ ആളാണെന്ന് ചിന്തിക്കുന്ന ആളുകളൊന്നും അധികമായ വലിയ നിലകളിലൊന്നും എത്തിയിട്ടില്ല. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും ചില അധ്യാപകർ അഭിപ്രായം പറയുന്നത്, അവരുടെ ക്ലാസ്സിൽ മിടുമിടുക്കരായ കുട്ടികൾ അനേകരുണ്ടാകാം. അവരുടെ പെൻഷൻ പറ്റുന്ന പ്രായം വരെയും അവർ ഒരുപാട് കുട്ടികളെ കാണുകയും നല്ല മാർക്ക് മേടിച്ചവരെ ആദരിക്കുകയും ചെയ്ത ഒത്തിരി ഓർമ്മകളുണ്ട്. പെൻഷനൊക്കെ പറ്റിക്കഴിഞ്ഞ് അവരുടെ സാധാരണ ജീവിതയാത്രയിൽ അവർ പണ്ട് പഠിപ്പിച്ചു വിട്ട പല കുട്ടികളെയും ബസ്സിൽ വെച്ചോ ടൗണിൽ വെച്ചോ ഏതെങ്കിലും എയർപോർട്ടിൽ വെച്ചോ എവിടെയെങ്കിലുമൊക്കെ കാണും. ചിലപ്പോൾ ചില കുട്ടികൾ വന്ന് സാറിനെ പരിചയപ്പെടും, സാറേ എന്നെ ഓർമ്മയുണ്ടോ, ടീച്ചറെ എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ അധ്യാപകർ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മയുടെ കടലാസുകൾ പെട്ടെന്ന് പുറകോട്ട് മറിക്കുമ്പോൾ അത്ര ഓർമ്മ കിട്ടില്ല. കാരണം അത്ര ഓർക്കാൻ പാകത്തിന് അവർ ഒന്നിൻ്റെ കാര്യത്തിനും മുന്നിലല്ലായിരുന്നു. അവരൊന്നും അന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട റോളുകൾ വഹിച്ച സ്കൂൾ ലീഡർമാരോ ഒന്നാം സമ്മാനം മേടിച്ചതിൻ്റെ പേരിൽ സ്കൂളിൻ്റെ അധികൃതർ ആദരിച്ച കുട്ടികളിൽപ്പെട്ട ഒരാളോ ഒന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇന്നയാണ് സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്, ഞാൻ ഇന്ന ബെഞ്ചിലാണ് അന്ന് ഇരുന്ന്, സാറിനെ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ പല വിഷയങ്ങൾക്കും തോറ്റിട്ടുണ്ട്, സാറിനെ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ സാർ തിരിച്ചു ചോദിക്കും, ഇപ്പം എന്ത് ചെയ്യുന്നു? അപ്പോൾ അവർ പറയും, ഞാൻ ഇന്ന രാജ്യത്താണ്, ഞാൻ ഇന്ന് ജോലിയിലാണ്. അപ്പോൾ തിരിച്ച് ഈ അധ്യാപകൻ ചോദിക്കാൻ നിന്നെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്.
അപ്പോൾ ഈ സാറൊക്കെ പിന്നീട് വീട്ടിൽ പോയി അവരുടെ സൗഹൃദ വലയങ്ങളിൽ, കുടുംബങ്ങളിൽ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു, ഒത്തിരി സന്തോഷമായി, എവിടെ എത്തുമെന്നൊന്നും വിചാരിച്ചതല്ല, ഒരിക്കലും അങ്ങനെ ഒരു പദവിയിൽ ആ മനുഷ്യൻ എത്തുമെന്ന് വിചാരിച്ചതല്ല. ദൈവം ഉയർത്തി. നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ബുദ്ധിയിൽ ഈ എഴുതിത്തള്ളുന്ന കുറേ ആളുകളുണ്ട്. ആർക്കും വേണ്ടാത്ത മൂലക്കല്ലൊക്കെ ഉണ്ട്. അവരൊന്നും പറയും, നീ വീട്ടിലും കൊള്ളാത്തവനാണ്, നാടിനും കൊള്ളാത്തവനാണ്, സ്കൂളിൽ നീ പുറകിലാണ്. പ്രിയപ്പെട്ടവരെ, എളിമയുള്ളവരെ ഉണ്ടല്ലോ സ്വർഗത്തിലെ ദൈവം കാണും. ഈ എളിമയുള്ളവരെ ദൈവം കാണുമെന്ന് മാത്രമല്ല, അവരെ ദൈവം ഉയർത്തും. ദൈവം അവരെ ഉയർത്തും. അതാണ് നമ്മുടെ സാധാരണ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, താണ നിലത്തെ നീരോടു. ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ചാൽ കയറ്റപ്പുറത്തേക്കല്ല വെള്ളം ഒഴുകുന്നത്, താഴേക്കതൊഴുകും, താഴോട്ടതൊഴുകും. ഇതുപോലെ എളിമയുള്ളവരുടെ ജീവിതങ്ങളിലേക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും പകരത്തുള്ളൂ, ഒഴുകത്തുള്ളൂ. വെള്ളം പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കൃപയും. ഞാനെന്തോ ഭാവമാണെന്ന ചിന്തയുള്ള ജീവിതങ്ങളിലേക്കല്ല ദൈവം തന്നെ അനുഗ്രഹങ്ങളെ പകരുന്നത്. ജെറമിയ എന്നാ പറഞ്ഞത്? ജെറമിയായുടെ ദൈവം പറഞ്ഞു, നീ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടവനാണ്. ജെറമിയ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ പോലും വലിയ കഴിവില്ലാത്ത ആളാണ്, എനിക്ക് സംസാരിക്കാൻ വലിയ കഴിവില്ല. എന്നാൽ ഞാൻ വേറൊരാളെ എടുക്കാമെന്നല്ല പറഞ്ഞത്. അങ്ങനെ എളിമപ്പെടാൻ ആ പ്രവാചകനിൽ, ആ മനുഷ്യനിൽ ഒരു എളിമയുണ്ടായിരുന്നു. എനിക്കതിനുള്ള കഴിവില്ല. ആ വ്യക്തിയാണ്, ആ പ്രവാചകനാണ് 50ലധികം അധ്യായങ്ങൾ എഴുതി വെച്ചത്. സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം എടുത്തു നോക്കൂ, എത്ര പേജുകളാണ് എഴുതിയിട്ടുള്ള അദ്ദേഹം. എത്രയോ പ്രസംഗങ്ങൾ അദ്ദേഹം അന്നത്തെ കാലത്ത് നടത്തി. ശക്തമായ പ്രഭാഷണം നടത്തിയ ഒരാളാണ് ജെറമിയ. എങ്ങനെ നടത്തി? സംസാരിക്കാൻ പോലും എനിക്ക് പാഠവുമില്ല, ഞാൻ കേവലം ബാലനാണെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് ദൈവം പറഞ്ഞു, നീ കേവലം ബാലനാണെന്ന് പറയരുത്, നീ ഒരു കഴിവില്ലെന്ന് പറയരുത്. പ്രിയപ്പെട്ടവരെ, എളിമയുള്ളവരെ വലിയ കാര്യങ്ങൾക്കായി ദൈവം പ്രയോജനപ്പെടും. ഇനി സാധാരണ നിലകളിലുള്ളവരോട് പറയട്ടെ, നിങ്ങളൊരു പക്ഷേ പറയും, ഇന്നെനിക്കൊന്നും ഇല്ലല്ലോ, ഇനി എന്നാ എളിമപ്പെടാനുള്ളത്, ഇന്നില്ലെങ്കിൽ നാളെ ദൈവം വാരിക്കോരി തരും. അന്നേരം അഹങ്കരിക്കാതിരുന്നാൽ മതി. എന്തൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അത് ദൈവം നിനക്ക് തന്നതാണ്. ദൈവം നിനക്ക് തന്നതുകൊണ്ടാണ് ഇതൊക്കെ നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ നീ അധ്വാനിച്ചതുകൊണ്ട് മാത്രമല്ല ഒന്നും ജീവിതത്തിൽ വന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. അത് മറക്കാതിരിക്കുക. നമുക്കങ്ങനെയെങ്കിൽ ഈ ഒരു 33-ാമത്തെ ദിവസത്തെ പ്രാർത്ഥനാ വചനം അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു നല്ല മനോഭാവം, എളിമയുള്ള മനോഭാവം, ഒന്ന് കണ്ണുകളെ അടച്ച് നിങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ മനോഭാവം ഉണ്ടാകട്ടെ, എളിമയുള്ളൊരു മനോഭാവം ഉണ്ടാകട്ടെ. എനിക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വീടുണ്ട്, എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല, അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്, നിങ്ങൾക്ക് മനുഷ്യരുടെ സഹായം ആവശ്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം. അതിന് വേണ്ട ഒരു കാര്യം എളിമയുള്ള മനോഭാവമാണ്. മനുഷ്യരുടെ മുമ്പിലും നാം എളിമയുള്ളവരായിരിക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ അതിനേക്കാൾ എളിമയുള്ള മനസ്സോടെ ഇരിക്കണം. പ്രിയപ്പെട്ട ഒരു ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആ വചനം ഒന്ന് ഓർത്തേ, ദാനിയേലേ നീ ഭയപ്പെടേണ്ട, നിന്നെ തന്നെ നീ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ, ആ ടൈം മുതൽ, ആ സമയം മുതൽ നിന്റെ പ്രാർത്ഥന സ്വർഗം കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. ദാനിയേലേ നീ ഭയപ്പെടേണ്ട, എളിമയുള്ള മനസ്സോടെ പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, എളിമയുള്ളവരെ ദൈവം ഉയർത്തുന്നു. യേശുവിൻ്റെ മനോഭാവം അതായിരുന്നു, തന്നെ തന്നെ താഴ്ത്തി, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എന്നാണ്. കർത്താവേ, ഈ വചനം ഇന്ന് ശ്രവിച്ച നിയോഗത്തോടെ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ എല്ലാം പ്രസംഗിക്കുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും, ഏത് പദവിയിലോ ഏത് സ്ഥാനമാനങ്ങളിലോ എത്ര വലിയ നിലകളിലോ ഉള്ള ആളുകളായിക്കൊള്ളട്ടെ, എത്ര സാമ്പത്തികം നിങ്ങൾക്കുണ്ടായിക്കൊള്ളട്ടെ, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും എളിമയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തുള്ളൂ, ദൈവം നിങ്ങളെ അത്യധികം ഉയർത്തുകയുള്ളൂ. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ഈ ദൂത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി അറിയിക്കുകയാണ്. കാനായിലെ കുടുംബത്തിൽ യേശു എടുക്കാൻ പറഞ്ഞത് കൽഭരണിയാണ്. നല്ല കുറേ പാത്രങ്ങളുള്ളതെല്ലാം വൃത്തിയുള്ളതും കാണാൻ കൊള്ളുന്നതും വിലയുള്ളതും പാത്രങ്ങൾ എടുത്ത് വയ്ക്കണ്ടേ? കാരണം അത്ഭുതമല്ലേ ചെയ്യുന്നത്. അത്ഭുതം ചെയ്യാൻ വരെ തിരഞ്ഞെടുത്തത് കുഴി കിടന്ന വെള്ളവും കാല് കഴുകാൻ വെള്ളം വച്ചിരുന്ന കൽഭരണിയുമാണ്. കുഴി കിടന്ന എന്നെയും ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഞാനെന്ന പാത്രത്തെയുമായിരിക്കും
വലിയ കാര്യങ്ങൾക്ക് ദൈവം പ്രയോജനപ്പെടുത്തുക, വലിയ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക. ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, എന്നെ ഒന്നും ആർക്കും വേണ്ട, അങ്ങനൊന്നും പറയരുത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ വിലയുള്ളവനാണ്, നീ പ്രിയപ്പെട്ടവനാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്നെ ദൈവം അത്യധികം ഉയർത്തും, ദൈവം നിന്നെ അത്യധികം അനുഗ്രഹിക്കും. നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടിയും നൽകും. കർത്താവ് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തുടർന്നുള്ള ആരാധനയിലേക്കും പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ ബോധ്യവും അനുഗ്രഹവും നമുക്കെല്ലാവർക്കും സമൃദ്ധമായ നിലയിലും അളവിലും നമുക്ക് നൽകട്ടെ. ഈ എളിമയുള്ളവരെ ദൈവം ഉയർത്തും. ആമേൻ. കാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയ എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയ എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ. നമ്മെ തന്നെ ഈ 33-ാമത്തെ ദിവസം, ഈ ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം, ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് ഇതുപോലെ ശ്രേഷ്ഠമായൊരവസരം പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ലഭിച്ച ആ നന്മയെ ഓർത്ത് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ പ്രാർത്ഥനയുടെ, ആരാധനയുടെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ, വിമല പാതിൽ എന്ന ശുശ്രൂഷയുടെ 33-ാമത്തെ ദിവസമായി ഇന്ന് ദൈവം നമുക്ക് ഈ 33 ദിവസം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ നന്മകളെയും ഓർത്ത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഒരുങ്ങാം. ദൈവത്തെ നമുക്കൊന്ന് പാടി ആരാധിക്കുവാൻ ഒരുങ്ങാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം എണ്ണമില്ലാത്ത വിധം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ദൈവീകമായ സൗഖ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ നല്ല ബോധ്യത്തോടെ വലിയൊരു കൂട്ടായ്മയോട് ചേർന്ന് ഈ പ്രധാനപ്പെട്ട ഈ നല്ല ദിവസം, ആരാധനയുടെ ഈ നിമിഷം നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്കെല്ലാവർക്കും അധരം തുറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ മനസ്സോടെ ദൈവം നൽകിയ 33 ദിവസത്തെയും ഓർത്ത് നന്ദി
എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച അവര് ലഭിച്ച അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങളെല്ലാവരും അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ 33 ദിവസം നൽകിയ നന്മകളെ ഓർത്ത്, ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത്, ശാലോം ടിവിയെ ഓർത്ത്, ഇതിലൂടെ ജപമാല സഖ്യത്തിൽ നിയോഗം വെച്ച് പങ്കെടുത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഓർത്ത്, ദൈവമേ എല്ലാ വ്യക്തികളെയും ഓർത്ത്, ഇതിൽ പങ്കെടുത്തവരെ ഓർത്ത്, പങ്കെടുത്ത കുടുംബങ്ങളെ ഓർത്ത്, നിയോഗങ്ങൾ സമർപ്പിച്ചവരെ ഓർത്ത്, എല്ലാ ബാലിക ബാലന്മാരെ ഓർത്ത്, യുവതി യുവാക്കളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, പ്രായമായ ഓരോ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഓർത്ത് എല്ലാം ദൈവത്തിന് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം ഈ ആരാധനയുടെ സമയത്ത് ഞങ്ങൾക്ക് ലഭിച്ചതിന് നന്ദി പറയുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ലഭിച്ച അവസരങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. എല്ലാവരും ചേർന്ന് ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാൻ. അല്പം നീട്ടിപ്പിടിച്ചെന്ന് പറയാമോ? ആരാധന മാത്രമേ, ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. അധരം തുറന്ന് ഹൃദയത്തിൽ നിന്നൊന്ന് പറയാമോ? ആരാധന മാത്രമേ ഉള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച്, ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട അവസരത്തിന് എങ്ങനെയാണ് നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയുക? ദൈവം നൽകിയ സൗഖ്യത്തെയും വിടുതലിനെയും നന്മകളെ ഓർത്ത് ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ പറയാനുള്ളൂ. കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. ആവർത്തിച്ച് ചേർന്ന് പാടുന്നു എല്ലാവരും ചേർന്ന്. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാൻ. കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് കരങ്ങൾ വീശി നമ്മളെല്ലാവരും ചേർന്ന് പറയുകയാണ്, ആരാധന മാത്രമേ ഉള്ളൂ. കർത്താവേ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, വീഴ്ചയിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നുമെല്ലാം കാത്തു സൂക്ഷിച്ച ആ നല്ലവനായ ദൈവത്തെ ഓർത്ത്, ഞങ്ങളുടെ ഭവനത്തിൽ ദൈവം നൽകിയ വിടുതലുകളെ ഓർത്ത് ആരാധന മാത്രമേ പാടാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. രണ്ടു കരങ്ങളും സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് യേശുവിനോട് പറഞ്ഞേ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കാരണം എന്നാണെന്നറിയാമോ? നമുക്കിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. എത്രയോ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എത്രയോ വിലപ്പെട്ട അവസരം ദൈവം ഇതുപോലെ ആരാധിക്കാൻ ഒരുക്കി തന്നു. എത്രയോ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകി. എത്രയോ വിലപ്പെട്ട വചനങ്ങൾ നമുക്ക് ലഭിച്ചു. വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിഞ്ഞു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഒരിക്കൽ കൂടി, ഒറ്റ പ്രാവശ്യം കൂടി ഹൃദയത്തിൽ നിന്നതെന്ന് പറയണം. ആരാധന മാത്രമേ ഉള്ളൂ. എല്ലാ മഹത്വവും യേശുവേ അങ്ങേക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ പാടുന്നു. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്ന് പറയാനുള്ളൂ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമ്മളെല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, ഈശോയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ നിയോഗങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ഒരു സമർപ്പണത്തിന് വേണ്ടിയാണ് 32 ദിവസം വചനത്തിലൂടെ, ആരാധനയിലൂടെ ഒരു വലിയ കുടുംബത്തോട് ചേർന്ന്, ശാലോം കുടുംബത്തോട് ചേർന്ന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരുന്നത്. ഇതിൽ ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ കുടുംബങ്ങളിലായിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഞങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ലോകത്തെവിടെയായിക്കൊള്ളട്ടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്, ഏത് കുടുംബത്തിൻ്റെ ഏത് സാഹചര്യത്തിലിരുന്നായിക്കൊള്ളട്ടെ, ശാലോം കുടുംബത്തോട് ചേർന്ന് നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് സ്വർഗാരോപണ തിരുനാളാണ്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. പരിശുദ്ധ അമ്മയിലേക്ക്, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ ഇതിൻ്റെ ഈ ഒരു ശുശ്രൂഷയുടെ പേര് വിമല പാതയിൽ എന്നാണ്. വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അത് ഈശോയുടെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അത് കാരണമാകും. നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കുന്നത് എല്ലാ ദമ്പതിമാരെയുമാണ്. ലോകത്തുള്ള എല്ലാ ദമ്പതിമാരെയും, ഇപ്പോൾ ഈ ശുശ്രൂഷ ലൈവായി കാണുന്ന എല്ലാ ദമ്പതിമാരെയും, ഈ പ്രാർത്ഥനയിൽ വിവിധ സ്ഥലങ്ങളിൽ കുടുംബങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ച എല്ലാ ദമ്പതിമാരെയും ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. അതിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ശ്രദ്ധിക്കാമോ, ഇന്ന് കുടുംബങ്ങൾ, ദമ്പതികൾ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും വളരെ അധികമാണ്. ഒന്നും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. നമ്മളുടെ തന്നെ ശ്രദ്ധയിലും അറിവിലും എത്രയോ പ്രതിസന്ധികൾ, എത്രയോ അപകടങ്ങൾ, എത്രയോ ദുഃഖദുരിതങ്ങൾ, എത്രയോ വലിയ പ്രശ്നങ്ങൾ, എത്രയോ കേസിടപാടുകൾ, എത്രയോ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങൾ, ഇങ്ങനെ ധാരാളം എണ്ണിയാൽ തീരാത്ത വിഷയങ്ങളും പ്രതിസന്ധികളും ഇന്ന് ദമ്പതിമാർ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദമ്പതിമാരെയും ദൈവമേ, അവരാരായിക്കൊള്ളട്ടെ, വിശ്വാസത്തോടെ ഈ സമയത്ത് അവരെല്ലാം ഈ ദിവ്യകാരുണ്യത്തിലേക്ക്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളിലേക്ക് ദൈവീകമായ സമാധാനത്തെ നിറയ്ക്കണമേ, ദൈവീകമായ ഐക്യം നിറയ്ക്കണമേ, സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ, കൂട്ടായ്മ ഒരുക്കണമേ, പ്രാർത്ഥനയുടെ അഭിഷേകം നിറയ്ക്കണമേ. അനേകം അനുഗ്രഹമുള്ള തലമുറയെ ഇവരിലൂടെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കണമേ. എല്ലാ ദമ്പതിമാരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിവിധ തരങ്ങളിൽ വേദനിക്കുന്നവരെയും, വിവിധ പ്രശ്നങ്ങളിൽ കഴിയുന്നവരെയും, വിവിധ തരത്തിൽ സങ്കടം അനുഭവിക്കുന്നവരെയും, തകർന്നിരിക്കുന്നവരെയും, പല പ്രതിസന്ധികളിൽ കഴിയുന്നവരെല്ലാം ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കുന്നു, എല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കുന്നു, ഈ ആരാധനയിൽ സമർപ്പിക്കുന്നു, പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ ഇവരുടെ ജീവിതങ്ങളിൽ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. ഈ സമയത്ത് ദമ്പതിമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് അവരെല്ലാവരെ ചേർത്ത് നിർത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവേ, നിൻ സന്നിധി അണഞ്ഞിടുന്നു. ഈശോയെ, അമ്മേ, നിൻ പാദം വണങ്ങിടുന്നു. മാതാവേ, നിൻ സന്നിധി അണഞ്ഞിടുന്നു. സമർപ്പിക്കുന്നു. അമ്മേ, നിൻ പാദം വണങ്ങിടുന്നു. പരിശുദ്ധാത്മാവേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദമ്പതിമാരുടെ മേലും ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കും. ദൈവകരുണയുടെ അഭിഷേകം
ഈ ദമ്പതിമാരുടെ മേൽ അങ്ങ് വർഷിക്കണമേ. ആവർത്തിച്ചൊരിക്കൽ കൂടി ചേർന്ന് പാടുന്നു. നിൻ സുതനോടു ചേർക്കണമേ, നിൻ സുതനോടു ചേർക്കണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ ദമ്പതിമാരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉത്തരം നൽകണമേ, മറുപടി നൽകണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ. യേശുവിനോട് ചേർക്കണമേ, സുതനോട് ചേർക്കണമേ. ഇപ്പോൾ നമ്മൾ എല്ലാ ദമ്പതിമാരെയും സമർപ്പിച്ച് ഈ പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. രണ്ടാമതായി ഈ ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും തലമുറകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഒത്തിരിയേറെ കുടുംബങ്ങൾ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന 14 ലക്ഷക്കണക്കിന് ആളുകൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി അവരുടെ വിശ്വാസം, പ്രാർത്ഥന, ആത്മീയ ജീവിതം, സ്വഭാവം ഇതെല്ലാം അനുഗ്രഹമാകാൻ, അവർക്ക് നല്ല ഭാവി ഉണ്ടാകാൻ ഒത്തിരി പേര് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഈ 33 ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു നിയോഗം തലമുറകളുടെ വിശുദ്ധീകരണമാണ്. എത്രയോ കുടുംബങ്ങളിലാണെന്നറിയാമോ അവരുടെ മക്കളെ ഓർത്തുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഭാരവും ആകുലതയും. അവർ നഷ്ടപ്പെട്ടു പോകുമോ, നശിച്ചു പോകുമോ, മദ്യത്തിനും മയക്കുമരുന്നിലൊക്കെ അടിമയായി പോകുമോ, കൂട്ടുകൂടി തെറ്റായ വഴിക്ക് മാറുമോ, അങ്ങനെ ഉള്ളിൽ തീ തിന്നുന്ന മാതാപിതാക്കളുണ്ട്. നമുക്കെല്ലാ പ്രിയപ്പെട്ട മക്കളെയും ലോകത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. അവർ പഠിക്കുന്ന സ്ഥലം, അവരുടെ ഭാവി, അവരുടെ ആരോഗ്യം, അവരുടെ ബുദ്ധി, അവരുടെ കൂട്ടുകെട്ട്, അവരുടെ വിശ്വാസ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അനേകം കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിനു വേണ്ടി എഴുന്നേറ്റ് വരണം. ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. ഈശോയെക്കുറിച്ച് പറയുന്നത് അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ, ഇഷ്ടത്തിൽ വളർന്നു വന്നു എന്നാണ്. അങ്ങനെ വളർന്നു വരുന്നൊരു തലമുറ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ കുട്ടികളെയും, ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞു മുതൽ ഏറ്റവും ആ ഒരു തലത്തിൽ നിൽക്കുന്ന, ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന കുട്ടികളെ എല്ലാവരെയും ഇപ്പോൾ സമർപ്പിക്കുന്നു. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് പ്രാർത്ഥിക്കുന്നു. ആ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ, ലോകത്തെല്ലാ വിവിധ രാജ്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ സാഹചര്യത്തിലുള്ളവരുണ്ട്, തെറ്റായ കൂട്ടുകെട്ടിലേക്ക് മാറിപ്പോകുന്നവരുണ്ട്, മാതാപിതാക്കളോട് അകന്നു നിൽക്കുന്നവരുണ്ട്, പ്രാർത്ഥനയിൽ വിട്ടു നിൽക്കുന്നവരുണ്ട്, വിശ്വാസത്തിൽ നിന്ന് വിമർശിച്ച് നിൽക്കുന്നവരും അതിനെ കുറ്റം പറയുന്നവരുമുണ്ട്, ദേവാലയത്തിൽ വർഷങ്ങളായി നാളുകളായി പോകാത്തവരുണ്ട്, ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ആത്മാവിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതാ ശാലോം എന്ന വലിയ കുടുംബത്തോട് ചേർന്ന് ഞങ്ങൾ സമർപ്പിച്ച നിയോഗത്തിൻ്റെ ഭാഗമായി അനേകം കുട്ടികളെ, അനേകം തലമുറകളെ കർത്താവെ ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ എഴുന്നേൽപ്പിക്കണമേ. ദൈവശക്തിയിൽ അവർ വളരുവാൻ ഇടയാകണമേ. അവർക്ക് നല്ല അനുഗ്രഹമുള്ളൊരു ജീവിതം ഒരുക്കണമേ. ദൈവത്തിലുള്ള ബന്ധം ആഴപ്പെടുത്തുവാൻ ഇടയാകണമേ. ദൈവവചനത്തോടുള്ള അവരുടെ ദാഹം വർദ്ധിപ്പിക്കണമേ. ദൈവത്തിലുള്ള ആശ്രയത്വം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങളെ ഉയർത്തി എല്ലാ കുഞ്ഞുങ്ങളെ, എല്ലാ തലമുറകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒന്ന് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഈ ആരാധനയുടെ സമയത്ത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഏറ്റെടുക്കണമേ. തലമുറകളെ ഏറ്റെടുക്കണമേ. തലമുറകളെ വിശുദ്ധീകരിക്കണമേ. നല്ല ബന്ധങ്ങൾ അവർക്ക് കൊടുക്കണമേ. വിശ്വാസത്തെ കൊടുക്കണമേ. ദൈവത്തിലുള്ള ആശ്രയത്വം വർദ്ധിപ്പിക്കണമേ. ദൈവവചനത്തോടുള്ള ദാഹം വർദ്ധിപ്പിക്കണമേ. ദൈവരാജ്യത്തിന് വേണ്ടി തലമുറകളെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി. എല്ലാ കുട്ടികളുടെയും പ്രതിനിധിയായി ഇതാ 2 കുഞ്ഞുങ്ങൾ
പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നൽകിയിടണമേ നൽവരങ്ങൾ. ചേർന്ന് പാടാമോ? അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നൽകിയിടണമേ നൽവരങ്ങൾ. പരിശുദ്ധാത്മാവേ, നിൻ പൊന്നോമൽ സുതനാം ഈശോ മിശിഹാ വഴിയായി നൽകിയിടണമേ അമ്മേ നൽവരങ്ങൾ. ഒരിക്കൽ കൂടി അമ്മേ മാതാവേ, പാടിയേ. എല്ലാ കുട്ടികളെ സമർപ്പിച്ച് മാതാപിതാക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ഭാവിയെ ദൈവം ഏറ്റെടുക്കുന്നുണ്ട്. അവരുടെ പഠനത്തെ ദൈവം ഏറ്റെടുക്കുന്നുണ്ട്. അവരുടെ ആത്മീയ ജീവിതത്തെ ദൈവം ഇതാ ഏറ്റെടുക്കുന്നു. അവരുടെ കുറവുകൾ ഇതാ പരിഹരിക്കുന്നു. അവരെ പരിശുദ്ധാത്മ ചേർത്ത് പിടിക്കുന്നു. വിശ്വാസത്തിൽ അവരെ വളർത്തുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു, അവരെ ഏൽപ്പിക്കുന്നു. അമ്മേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി നൽകിയിടണമേ നൽവരങ്ങൾ. പ്രിയരെ, ഈ 33 ദിവസത്തെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു യുവതീ യുവാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്കറിയാം, ഏറ്റവും പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കൂട്ടമാണ് യുവതീ യുവാക്കൾ. പലതരത്തിൽ വലിയ സങ്കടം അനുഭവിക്കുന്ന യുവതീ യുവാക്കൾ നമ്മുടെ ദേശത്തുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. നമുക്കവരെയെല്ലാം ഓർക്കാം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, കൂടുതലായും വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, യുവതീ യുവാക്കളായിട്ടുള്ള മക്കളുണ്ട്. അവരുടെ ഭാവിയെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിപാട് യുവതീ യുവാക്കളുടെ വിവാഹം നടന്നിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന, വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ ഒരു നിയോഗമായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ യുവതീ യുവാക്കളെയും, അവരൊക്കെ നമ്മുടെ ദേശത്തിനും നമ്മുടെ കുടുംബത്തിനും രാജ്യത്തിനും അനുഗ്രഹമാകേണ്ടവരാണ്. നമുക്കെല്ലാ യുവതീ യുവാക്കളെ സമർപ്പിക്കാം. നമ്മുടെ കരങ്ങളെ ഉയർത്തി എല്ലാ യുവതീ യുവാക്കൾക്കും വേണ്ടിയുള്ള ആ നിയോഗത്തെ, ലോകത്തെമ്പാടുമുള്ള എല്ലാ യുവതീ യുവാക്കളെ പ്രാർത്ഥനയിൽ ദൈവാത്മാവിൻ്റെ ആ ഒരു ബന്ധത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട്, കർത്താവേ, അവരുടെ പ്രാർത്ഥന, ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ ആ ഒരു ഭാഗമാണ് എല്ലാ യുവതീ യുവാക്കളും. കർത്താവേ, അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയും അവർക്ക് നല്ല ജീവിതം ഒരുക്കി കൊടുക്കുകയും മനോഹരമായൊരു ഭാവി അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്, കുടുംബക്കാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് എല്ലാ യുവതീ യുവാക്കളെ സമർപ്പിക്കുന്നു. എല്ലാ യുവതീ യുവാക്കളെയും, വിമർശിച്ച് നിൽക്കുന്നവരെയും, കുറ്റം പറയുന്നവരെയും, അല്ലെങ്കിൽ എല്ലാത്തിനും അറുക്കുത്തരം പറയുന്നവരെയും, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ആരുമാകട്ടെ, എല്ലാവരെയും ഞങ്ങൾ ആത്മാവിൽ ചേർത്ത് വെച്ച് വലിയൊരു കുടുംബത്തോട് ചേർന്ന് പരിശുദ്ധമ്മയ്ക്ക് എല്ലാ യുവതീ യുവാക്കളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ യുവതീ യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതീ യുവാക്കളുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത അവരുടെ ജീവിതങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. നല്ല ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങൾ പ്രതികൂലത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടു പോയിട്ടുള്ള യുവതി യുവാക്കളെ സമർപ്പിച്ചുകൊണ്ട്, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ അവരുടെ സമർപ്പണമാണ്. എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജപമാല നെഞ്ചോടു ചേർത്തുമല്ലേ പരിശുദ്ധാത്മാവേ, നാമമന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ ഈശോയേ, മരിയാംബികേ, തവ നെഞ്ചിലൻ കഥനങ്ങളെല്ലാം ചേർത്ത്
ചേർത്തുവയ്പ്പൂ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കുന്ന സമർപ്പണമാകട്ടെ ഇത്. സ്വർഗം അംഗീകരിക്കുന്ന ഒരു സമർപ്പണമായത് മാറട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. ചേർന്ന് പാടാം. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. കരങ്ങൾ വീശി പാടുന്നു. ആവേ ആവേ സമർപ്പിച്ച് എല്ലാവരെയും ഓർത്തുകൊണ്ട് ആവേ 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 മരിയ. വീണ്ടും നമ്മൾ സമർപ്പിക്കുന്നത് നമ്മളുടെ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും, രാജ്യത്തെ നയിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും നമുക്കിപ്പോൾ സമർപ്പിക്കാം. പ്രത്യേകിച്ച് മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഓരോ പീഡനങ്ങളിലും പ്രതിസന്ധികളെയും നമുക്ക് പ്രാർത്ഥനയിൽ അവരെ ചേർത്തു നിർത്താം. നമ്മുടെ രാജ്യത്ത് ധാരാളം ദൈവാനുഗ്രഹങ്ങളുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ, ആവശ്യമില്ലാത്ത എല്ലാ പ്രതിസന്ധികളും വഴക്കുകളും അസ്വസ്ഥതകളും മാറുവാൻ, സ്വസ്ഥതയും സമാധാനവും രാജ്യത്ത് വർദ്ധിച്ചു വരുവാൻ എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. നമ്മുടെ കരങ്ങളെ നമുക്കൊന്ന് ഉയർത്താം. ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യത്തെ നമുക്കൊന്ന് ഓർക്കാം. രാജ്യത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും, ഈ രാജ്യത്തെ നയിക്കുന്ന എല്ലാ ഭരണകർത്താക്കളെയും, എല്ലാ നിയമ സംവിധാനങ്ങളെയും, എല്ലാ ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന, ഈ രാജ്യത്തെ നയിക്കുന്ന, നിയന്ത്രിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും, എടുക്കുവാൻ പോകുന്നതും എടുത്തിട്ടുള്ളതുമായ തീരുമാനങ്ങളെയും എല്ലാം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ ദിവ്യകാരുണ്യ യേശുവിലേക്ക് സമർപ്പിക്കാം. രാജ്യത്ത് സമാധാനമുണ്ടാകട്ടെ, രാജ്യത്ത് ഐക്യമുണ്ടാകട്ടെ, രാജ്യത്ത് വളർച്ചയുണ്ടാകട്ടെ, രാജ്യത്ത് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, രാജ്യങ്ങളിൽ എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങളും അപകടങ്ങളും മാറിപ്പോകട്ടെ. അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടി, രാജ്യത്തെ നയിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രാജ്യത്ത് സമാധാനമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. രാജ്യത്ത് ഐക്യമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. രാജ്യത്ത് വളർച്ചയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യ വളർച്ച കർത്താവേ അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. സമാധാനം, സ്വസ്ഥത, കൂട്ടായ്മ, ഐക്യം രാജ്യങ്ങളിൽ ഉണ്ടാകട്ടെ. മത്സരവും എല്ലാം മാറട്ടെ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തെ നേതാക്കന്മാരെ എല്ലാം ദൈവകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് കന്യാംബികേ കരുണാസാഗരമേ, പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, കന്യാംബികേ കരുണാസാഗരമേ, ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വേദനിക്കുന്നു അഭയം നീയേ, നരകുലത്തിൻ അഭിമാനമായി കരിമുകിലിൽ പൂത്ത മഴവിൽ പൂവേ, നരകുലത്തിൻ അഭിമാനമായി കരിമുകിലിൽ പൂത്ത മഴവിൽ പൂവേ, കന്യാംബികേ കരുണാസാഗരമേ, വേദനിക്കുന്നോർക്കഭയം നീയേ, ആവേ മരിയ. കരങ്ങൾ വീശി പാടാമോ?
ആവേ മരിയ. എല്ലാവരും ചേർന്ന് പാടുന്നു. ആവേ മരിയ, ആവേ മരിയ. വീണ്ടും നമ്മൾ സമർപ്പിക്കുന്നത് ഈ 33 ദിവസം ശാലോം കുടുംബത്തോട് ചേർന്ന് നിയോഗം ജപമാല സഖ്യത്തിൽ പങ്കെടുത്ത, നിയോഗം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ശാലോം ടീമിനോട്, കുടുംബത്തോട്, പ്രാർത്ഥനയുള്ള അന്തരീക്ഷത്തോട് ചേർന്ന് ജപമാല സഖ്യത്തിൽ പ്രത്യേക നിയോഗം വച്ച് പങ്കെടുത്ത ലക്ഷക്കണക്കിന് ആളുകളെ ഇതാ ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് ഏൽപ്പിക്കുന്നു. നിങ്ങൾ ചൊല്ലിയ ജപമാലയും നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും നിങ്ങൾക്ക് തന്നെ ഒരു വലിയ വിടുതലായി, അനുഗ്രഹമായി അത് മാറും. വലിയ ഒരു പ്രാർത്ഥനയുടെ ഒരു വലിയ വലയമുണ്ടിപ്പോൾ. അങ്ങനെ പ്രാർത്ഥിച്ച എല്ലാവരും, ഈ സഖ്യത്തിൽ ചേർന്നിട്ടുള്ള എല്ലാവരും, ഇനി അല്ലാത്തവരാണെങ്കിൽ പോലും ഈ ഒരു കൂട്ടായ്മയോട് ഇപ്പോൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ശാലോമിലൂടെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരുക്കിയ ഈ വലിയ അവസരത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മയ്ക്കൊന്ന് സമർപ്പിക്കാം. ജപമാല സഖ്യത്തിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും നിങ്ങളുടെ നിയോഗത്തോടൊപ്പം ചേർത്ത് വെച്ച് കരങ്ങളെ ഉയർത്തി ഞങ്ങൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നന്ദിയോടെ ഇങ്ങനെ ചേർന്ന് നിന്നതിന്, പ്രാർത്ഥിച്ചതിന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ജപമാല സഖ്യത്തിൽ ചേർന്ന് നിന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഇപ്പോൾ ഉണ്ടാകട്ടെ. ദൈവകാരുണ്യത്തിന് അനുഭവം ഉണ്ടാകട്ടെ. അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവരുടെ ജീവിതങ്ങളിൽ ലഭിക്കാൻ പരിശുദ്ധാത്മാവേ ഇടവരുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ജപമാല ചൊല്ലി ജപമാല സഖ്യത്തോട് ചേർന്ന എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ ജപമാല പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപമാല സഖ്യത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ഓർക്കുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ചേർന്ന് പാടാം. ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ, ചേർന്ന് സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, എല്ലാവരും ചേർന്ന് ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ, നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ, സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം ഈ സമാപന സമയം 33 ദിവസം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയിലായിരുന്നു. ദൈവം അനുഗ്രഹിച്ചൊരു സമയം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രാർത്ഥനയിൽ നമ്മളൊന്ന് കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ശാലോം ടീമിനെ, ശാലോം ടെലിവിഷനിനെ, ആ ശാലോമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇങ്ങനെ ശുശ്രൂഷ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്, അധ്വാനമുണ്ട്, കഷ്ടപ്പാടുണ്ട്, ചിലവുകളുണ്ട്. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന ഒരു സംഭവമല്ല. പ്രാർത്ഥനയിൽ ദൈവം തന്ന ഉത്തരമാണ് ഈ ശുശ്രൂഷ. അങ്ങനെയെങ്കിൽ ശാലോമിന് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശാലോം ടീമിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശാലോമിൻ്റെ ചില പ്രത്യേക പ്രാർത്ഥനാ നിയോഗമുണ്ട്. അവരനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുണ്ടാകാം. ആ ശാലോം ടെലിവിഷനെ, ടീമിനെ, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ശുശ്രൂഷയെ ഒരു കുടുംബം പോലെ
ഈശോയോട് പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിർത്തി ഞങ്ങളെല്ലാവരും കരങ്ങൾ ഉയർത്തുകയാണ്. ഈ വലിയൊരു അവസരത്തിന് ശാലോമിനോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവേ, ദൈവമാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. ശാലോമിലൂടെ അനേകം അത്ഭുതങ്ങളുള്ള അടയാളങ്ങൾ സംഭവിക്കുന്ന ദൈവ ശുശ്രൂഷകൾ ഈ ഒരു ശാലോം ടെലിവിഷനിലൂടെ സംഭവിക്കണം. ഇത് അനേക ലക്ഷക്കണക്കിന് കുടുംബത്തിന് ഈ ഒരു ശാലോം അനുഗ്രഹമായി വരണം, അനുഗ്രഹമായി വരണം. അനേകരുടെ കണ്ണുനീരൊപ്പുന്ന അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ ഉണ്ടാകണം. അനേകരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ശുശ്രൂഷകൾ ശാലോമിലൂടെ ഉണ്ടാകണം. ശാലോമിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും അതിന്റെ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയണം. കർത്താവേ, ശാലോമിന്റെ ശുശ്രൂഷകളെ മുഴുവൻ ഈ 33 ദിവസം നമുക്ക് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിന്, ശ്രേഷ്ഠമായ അവസരത്തിന് നന്ദി പറഞ്ഞ് ശാലോമിന് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ശാലോമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി വരാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവിടെ സഹകരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു നിമിഷം ഈ ആരാധനയുടെ സമാപന സമയം വരികയാണ്. നമുക്ക് ദൈവം നൽകിയ ഒരു വലിയ ശുശ്രൂഷയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന സമയം. നമുക്ക് ഈ 33 ദിവസം ഉണ്ടല്ലോ, പരിശുദ്ധ അമ്മയുടെ ഒരു വിലപ്പെട്ട മാധ്യസ്ഥം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അമ്മയുടെ തിരുഹൃദയത്തിലാണ് നമ്മുടെ സ്ഥാനം. ഇപ്പം അമ്മയിലൂടെ നമ്മൾ യേശുവിനോട് അടുത്തിരിക്കുകയാണ്. അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ അമ്മ ചെയ്യുന്നത് ആ വ്യക്തിയെ, ആ കുടുംബത്തെ, ആ നിയോഗത്തെ യേശുവിലേക്ക് നൽകും, യേശുവിലേക്ക് നൽകും. കർത്താവേ, ശാലോം ടെലിവിഷനിലൂടെ ശുശ്രൂഷകൾ പങ്കെടുത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ അമ്മ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതിനെ ഓർത്ത്, യുവതി യുവാക്കളെ യേശുവിലേക്ക് അടുപ്പിക്കുന്നതിനെ ഓർത്ത്, നിയോഗങ്ങൾ സാധിപ്പിച്ച് കിട്ടത്തക്ക വിധം യേശുവിലേക്ക് അടുപ്പിച്ചതിനെ ഓർത്ത്, കുഞ്ഞുങ്ങളെ യേശുവിലേക്ക് അടുപ്പിച്ചതിനെ ഓർത്ത്, രോഗികളായി കഴിയുന്നവർ, ആശുപത്രി കഴിയുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവർ, പല സാമ്പത്തിക പ്രതിസന്ധികളിൽ, അങ്ങനെ ഒത്തിരി ഒത്തിരി വിഷയങ്ങളാണ് പ്രാർത്ഥിച്ചത്. എല്ലാവരും യേശുവിലേക്ക് അടുപ്പിച്ച് അനുഗ്രഹമായി, അത്ഭുതമായി, അടയാളമായി, സൗഖ്യമായി, വിടുതലായി, സന്തോഷമായി മാറ്റിയതിന് നന്ദി പറയുന്നു. ഈശോയുടെ ആശീർവാദം പ്രാർത്ഥനയോടെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. 33 ദിവസത്തെ വിമലപാത എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുക.
5 മിനിറ്റ് സമയമെങ്കിലും ദൈവത്തെ സ്തുതിക്കുക. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഈ 33 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ടവരുണ്ട് ഞങ്ങളുടെ മുമ്പിൽ. എല്ലാവർക്കും വലിയൊരു സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസം ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിൻ്റെയും സ്വർഗാരോപണ തിരുനാളിൻ്റെയും നല്ലൊരു ദിവസമാണ്. നിങ്ങൾക്ക് നല്ല ആ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശാലോം കുടുംബത്തോട് ചേർന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വിമല പാതയിൽ എന്ന ശുശ്രൂഷ പങ്കെടുത്ത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം പ്രയോജനപ്പെടുത്തിയ ഒരു ശുശ്രൂഷയായിരുന്നു ഇത് നിയോഗത്തോടെ പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്ത ഒരുപാട് പേർക്ക് ശാലോമിൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ എല്ലാവിധ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും പ്രാർത്ഥനയൊക്കെ ചെറുതല്ല, വലിയൊരളവിലാണ്. ജപമാല സഖ്യത്തിൽ പങ്കുചേർന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്, നിയോഗമുണ്ട്. ഇത് അവസാനിക്കുകയല്ല, ഇത് നമ്മൾ വീണ്ടും തുടരുകയാണ് എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. നമ്മൾ ഈ 33 ദിവസം അവസാനിച്ചല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ആളുകളുണ്ടാകാം. നമ്മൾ തുടരുകയാണ്, പ്രാർത്ഥനയോടെ ഇത് തുടരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലഭിച്ച നന്മകളൊക്കെ നിങ്ങളുടെ സാക്ഷ്യമായി ഇമെയിലിലൂടെയും വാട്സപ്പിലൂടെയും ലെറ്ററിലൂടെയൊക്കെ ദയവ് ചെയ്ത് അറിയിക്കണത്, ഒതുക്കി വയ്ക്കരുത്. ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നത് അനുഗ്രഹമാണ്. ഒരു സാക്ഷ്യം 10 സാക്ഷ്യത്തെ ജനിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഒരാൾക്ക് കിട്ടിയ അനുഭവം അത് 100 പേർക്കത് വേറൊരു തരത്തിൽ നന്മയായി വിടുതലായി മാറും. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 12-ാം വാക്യം എന്നാണെന്നറിയാമോ? ജോബ് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. ജോബ് ഒരു ടെസ്റ്റിമണി പറയാണ് തൻ്റെ അധ്യായത്തിൻ്റെ, ജോബിൻ്റെ പുസ്തകം അവസാന അധ്യായത്തിൽ, എൻ്റെ മുമ്പിലത്തെ ജീവിതത്തേക്കാൾ എൻ്റെ ശേഷിച്ച ജീവിതം എൻ്റെ ദൈവം ധന്യമാക്കി തന്നു എന്ന്. നിസ്സാരമായൊരു ടെസ്റ്റിമണി അല്ല. അപ്പോൾ നമ്മുടെ ടെസ്റ്റിമണി, ഇതുപോലൊരു അനുഭവം നിങ്ങൾക്കും പറയാനുണ്ടാവും. എൻ്റെ മുൻപിലത്തേതിനേക്കാൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ ധന്യമാക്കി ഐശ്വര്യമുള്ളതാക്കി. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നൽകുന്ന ആ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അതെല്ലാം അവിടെ അനുഗ്രഹമായി നിലനിൽക്കും. ഇനി ഒരു കാര്യം അറിയിക്കുകയാണ്. നിങ്ങൾക്കും ഇനിയും ഈ ജപമാല സഖ്യത്തിൽ, ഈ പ്രാർത്ഥനയിൽ, വിമലപാതയിൽ പങ്കെടുക്കാം. ശാലോം TV-യുടെ, ശാലോമിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഈ ശുശ്രൂഷ 1 മുതൽ കൃത്യമായ രീതിയിൽ 33 ദിവസത്തെയും അത് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നാണോ നിയോഗത്തോടെ അത് പങ്കെടുക്കാൻ തോന്നുന്നത്, എന്നാണ് എനിക്കൊരു 33 ദിവസം പ്രാർത്ഥിച്ച് എൻ്റെ കുടുംബത്തിനൊരു അനുഗ്രഹമായി മാറണം, എൻ്റെ കുടുംബത്തിലൊരു നന്മ വരാനുണ്ട്, എൻ്റെ കുടുംബത്തിലൊരു നല്ലൊരു കാര്യം വരാനുണ്ട്, അതിനുവേണ്ടി ഇത് പ്രാർത്ഥിച്ചൊരുങ്ങണം. നിങ്ങൾ ആ 33 ദിവസം ഏതെങ്കിലും ഒരു മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് തൊട്ടു പുറകിലുള്ള 33 ദിവസം നിയോഗത്തോടെ നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾ കുടുംബമായി, ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുവാണ് എൻ്റെ സഹോദരന്മാരെ, എൻ്റെ ബന്ധുമിത്രാദികളെയൊക്കെ ഒന്ന് അറിയിച്ച് ഒരു കുടുംബമായി ഒന്ന് പ്രാർത്ഥിച്ചാലോ. നിങ്ങൾ നിയോഗത്തോടെ ചെയ്താൽ അത് വലിയൊരു അത്ഭുതമായി മാറും. ഈ 33 ദിവസം ഇത് അവസാനിക്കുകയല്ല. നിങ്ങൾക്ക് ആർക്കും ആത്മീയമായ ശുശ്രൂഷ വീണ്ടും തുടരുകയാണ്. ഇതിങ്ങനെ ഒരു നന്ദി പറയുന്നത് എന്നാണെന്നറിയാമോ? ഇത് ദൈവം വളരെ സീരിയസായി എടുത്തൊരു ശുശ്രൂഷയാണിത്. സാധാരണ പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ഈ ക്യാമറ ചെയ്ത ആളുകളും ഇതിൻ്റെ ടീമങ്ങളെല്ലാം സാധാരണക്കാരാണ്, നിസ്സാരരാണ്. ആരും വലിയവരോ വലിയ പ്രസിദ്ധരോ പേരുകെട്ട ഞങ്ങളാരും അല്ല. പക്ഷെ ദൈവം ഈ ശുശ്രൂഷയെ ലോകത്തെല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും കുടുംബങ്ങളിലും എത്തിച്ചത് അനുഭവമാക്കിയെങ്കിൽ അത് ദൈവം ഏറ്റെടുത്തത് കൊണ്ടാണ്. ദൈവവചനം പറയട്ടെ, ദൈവവചനം ഒരിക്കലും പരാജയപ്പെടില്ല. ദൈവവചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുടെ ജീവിതവും പരാജയപ്പെടില്ല. ദൈവവചനം പരാജയപ്പെട്ടിട്ടില്ല. റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, വചനം പരാജയപ്പെടില്ല. നിങ്ങൾ കേട്ടത് ദൈവവചനമാണ്. കഥപുസ്തകത്തിലെ ഒരു കഥയല്ല കേട്ടത്. ജീവൻ്റെ പുസ്തകത്തിലെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനമാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഈ ശാലോം കുടുംബത്തോട് ചേർന്ന് ഈ സഖ്യത്തോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് നടത്തുകയാണ്. കാരണം ഈ ശുശ്രൂഷയുണ്ടല്ലോ, സഭാവ്യത്യാസമന്യേ എല്ലാവരും ഏറ്റെടുത്ത ശുശ്രൂഷയാണ്. ഈ വചനം എല്ലാവരും പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, എളിമയോടെ ഇത് പറയട്ടെ.
ഇത് എന്നോടാണ് സംസാരിച്ചത് എന്ന്. അതെൻ്റെ കുടുംബത്തെ നോക്കി ദൈവം, സത്യമാണത്, ദൈവം ജനറലായിട്ടല്ല സംസാരിക്കുന്നത്, വ്യക്തിപരമായിട്ടായിരിക്കും. ദൈവം നിങ്ങളോട് വ്യക്തിപരമായി ഇനി സംസാരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തുടരുകയാണ്. ശാലോമിലൂടെ ഇപ്പോൾ ഈ വിമലപാതയിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ജപമാല സഖ്യത്തിൽ പങ്കുചേർന്നവരുണ്ട്. അവരുടെ ഈ കൂട്ടായ്മ ഞങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി വിശ്വാസത്തിൽ വളരാനും ദൈവത്തെ അറിയാനും ദൈവത്തെ ആരാധിക്കാനും ദൈവവചനത്തിൻ്റെ നന്മകൾ അനുഭവിക്കാനും അങ്ങനെ ഒരു ശക്തിയായി വളർന്നു വരുവാൻ നമ്മളെല്ലാ മാസത്തിലും ഒരിക്കൽ ഈ ജപമാല സഖ്യത്തിൽ പങ്കെടുത്ത ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങൾ, വ്യക്തികൾ എല്ലാവർക്കും വേണ്ടി മാസത്തിൽ ഒരു ആരാധനയും പ്രാർത്ഥനയും നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയും ശാലോം ടി വിയിലൂടെ ദൈവം ഒരുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ഈ ടി വിയിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിനും നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ വീണ്ടും പ്രാർത്ഥനയിൽ ഒരുമിച്ച് കാണും. ഇനിയും നിങ്ങൾക്ക് ഈ ജപമാല സഖ്യത്തിൽ പങ്കുചേരാം. തീർന്നുപോയി എന്നോർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ശാലോമിലേക്ക് അറിയിച്ചാൽ മതി. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കും. പിന്നെ നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ജപമാല സഖ്യത്തിൽ പങ്കുചേരുന്നവരുടെ കൂട്ടായ്മയും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും അതാത് സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ച് കൊണ്ടുവരാനും പ്രാർത്ഥനയുണ്ട്, പദ്ധതിയുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. ഇതൊരു വലിയ നന്മയായിട്ട് മാറും. തുടർന്നുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങൾക്ക് ശാലോം ടി വിയിലൂടെ, അതിൻ്റെ ഓഫീസിലൂടെ, നിങ്ങൾക്ക് ചാനലിലൂടെ അറിയിക്കും. അതിൻ്റെ ശുശ്രൂഷകളും അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ ചട്ടങ്ങളും അതിൻ്റെ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം അറിയിക്കും. നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥനയിലായിരിക്കാം. ജാതി മത ഭേദമന്യേ ആളുകൾ ഈ ശുശ്രൂഷ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെ എല്ലാവരെയും മാറ്റി നിർത്താതെ ഈ ഒരു കുടക്കീഴിൽ തന്നെ നിർത്തിക്കൊണ്ട് നിങ്ങളെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വലിയൊരു അനുഗ്രഹമായി മാറും. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ്ങായി മാറും. നിങ്ങൾക്കൊരു സാക്ഷ്യം പറയുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തും. പിന്നെ നിങ്ങൾ ശാലോമിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശാലോം ടി വിയിലൂടെ ഒരു ഫ്രെയിമിലൂടെയാണ് നിങ്ങൾ ദൈവവചനം കേട്ടത്. ഇതിനാവശ്യമായ നന്മകൾ ഉണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം, ഒരു ടീം വർക്ക് ഉണ്ടാകണം. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ കാണാത്ത ഒരുപാട് പേരുണ്ട്. എന്നെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇതിനുവേണ്ടി ഞാൻ ചെയ്തതിൻ്റെ 4 മടങ്ങ് അധ്വാനിച്ച ഒരുപാട് പേർ ഇതിൻ്റെ പിറകിലുണ്ട്, ഈ കർട്ടൻ്റെ പുറകിലുണ്ടെന്ന് പറയുന്ന പോലെ ഉണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. മറക്കരുത്, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇമെയിലിലൂടെയോ എഴുത്തിലൂടെയോ വാട്സപ്പിലൂടെയോ എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങളിൽ ഒരാളായി എനിക്കും നിങ്ങൾ എനിക്ക് തന്ന പ്രോത്സാഹനം ചെറുതല്ല, നല്ല വാക്കുകൾ ചെറുതല്ല, നന്മകൾ ചെറുതല്ല, പ്രാർത്ഥന ചെറുതല്ല. അതൊക്കെ 100% നന്ദിയോടെ എളിമയോടെ ദൈവനാമ മഹത്വത്തിനായിട്ട് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നല്ലൊരു ദിവസം ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നിയോഗത്തോടെ പങ്കെടുക്കണം. എല്ലാവരോടും ഈ ജപമാല പ്രതിഷ്ഠയെക്കുറിച്ചും വിമലപാതയെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും നിങ്ങൾ അറിയിച്ച് അനേകരെ കൂട്ടി ഒരു അനുഗ്രഹത്തിൻ്റെ വലിയൊരു സംഭവം, ഒരു അനുഗ്രഹമായി അത് മാറും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ നന്ദിയും ബഹുമാനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. വിമലപാതയിൽ എന്ന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കുവാൻ അഡ്രസ്: ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള 673528. ഇമെയിൽ info@shalomtelevision.com. വാട്സ്ആപ്പ് 9605818881. ജപമാല സഖ്യത്തിൽ ഇനിയും ചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക 0496-266-4600, 0496-266-4693, shalomtv.tv/vp. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം TV യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ആവേ മരിയ, ആവേ മരിയ.